എന്നെ തല്ലിയത് പോട്ട് മോളെ. ദേ നോക്കിയേ, അമ്മയുടെ മുഖത്തൊക്കെ പാട് നോക്ക്. മുത്തശ്ശൻ തല്ലിയോ? തല്ലി മോളെ. പക്ഷേ ഇവനെ തല്ലിക്കൊന്നില്ലെന്നേ ഉള്ളൂ, ചതച്ചു കളഞ്ഞു. ആ ദുഷ്ടനായ എസ് ഐ തല്ലി ചതച്ചു കളഞ്ഞു. നീയാണോ ഇവരെ സ്നേഹിക്കുന്ന ഇവരുടെ കൊച്ചുമോൾ? അതെ സാറേ. കൊച്ചുമോളെ, അച്ഛനെ മുത്തശ്ശിയും കണ്ടല്ലോ. സാറ്, എന്റെ അമ്മയും അവരുടെ മൂത്ത മോളും കൂടി എന്റെ അച്ഛനെയും മുത്തശ്ശിയും കള്ളക്കേസിൽ കുടുക്കിയതാ സാറ്. നീ നിന്റെ അമ്മയുടെ അടുത്ത് പോയിരുന്നോടി? ഇല്ല, പോയില്ല. എന്നാലൊന്ന് പോണം. എന്നിട്ട് നീ വന്ന് പറയണം ഇത് കള്ളക്കേസാണോ അല്ലയോ എന്ന്. ഇവനുണ്ടല്ലോ ഈ കാട്ടുമാക്കാൻ, ഇവൻ ചില്ലറയൊന്നും അല്ല ആ പാവപ്പെട്ട സ്ത്രീയെ തല്ലിയത്. എന്റെ അച്ഛൻ അങ്ങനെ അമ്മയെ തല്ലാറില്ല. ഓഹോ, പിന്നെ തലോടിയ പാടാണോ അവരുടെ കവളത്തുള്ളത്? പറഞ്ഞു കൊടുക്കടാ, നീ എന്താ നിന്റെ ഭാര്യയോട് ചെയ്തതെന്ന്. ഒരു കുടുംബം ആവുമ്പോ തല്ലും വഴക്കൊക്കെ ഉണ്ടാവത്തില്ലേ സാറേ? കിളവിയുടെ കെട്ടിയോനെ കിളവി ഇതുപോലെ തല്ലാറുണ്ടായിരുന്നോ? എന്താ ഒന്നും പറയാത്തെ? സാറേ, ഒരു തെറ്റ് പറ്റിയതാ. ഞാൻ വക്കീലിനെ കൊണ്ടുവരാം. അച്ഛനെ മുത്തശ്ശിയും വിട്ടു തരണം. ആര് വന്നാലും വിടാൻ പോകുന്നില്ല. ഇവനെയും ഇവരെയും കോടതി കൊണ്ടുപോയിട്ട് പിന്നെ കോടതി പറയട്ടെ എന്ത് ചെയ്യണമെന്ന്. കോടതി എന്തായാലും ആ അമ്മയുടെ ഭാഗത്തേ നിൽക്കൂ. റിമാൻഡ് ഉറപ്പാ. മോനെ കൊണ്ട് വേണ്ടാത്ത പണി കാണിക്കുന്ന അമ്മയും ജയിലിൽ പോയി കിടക്ക്. മോളെ, ഇവനേതോ വക്കീലിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ, അയാളെ പോയൊന്ന് കാണും മോളെ. ഒരു വക്കീലിനെ കണ്ടിട്ടും ഒരു രക്ഷയില്ലമ്മേ. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അവളുമാര് വിചാരിക്കണം, മോഹിനിയും ലക്ഷ്മിയും. മോളെ, വൈരാഗ്യമൊക്കെ മറന്നിട്ട് മോള് അവിടെ വരെ ഒന്ന് പോവും മോളെ. എന്നിട്ട് അവളെ ചെന്നൊന്ന് കാണാൻ. അമ്മ ഇപ്പൊ എവിടെയാ ഉള്ളത്? എവിടെയാണെന്നൊന്നും അറിയത്തില്ല മോളെ. മിക്കവാറും ആ അനന്തുവിന്റെ വീട്ടിൽ കാണും. നീ അങ്ങോട്ടൊന്നും ചെല്ല്. അച്ഛൻ എന്തിനാ അമ്മയെ തല്ലാൻ പോയത്? അതുപോലെയാണ് അവള് അമ്മയോട് സംസാരിച്ചേ. അമ്മയാ അവളെ മുറിയിലാക്കിയിട്ട് തല്ലിക്കൊല്ലാൻ പറഞ്ഞ. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാൻ പിന്നെ മുന്നും പിന്നും നോക്കിയില്ല. അബദ്ധത്തില് പോലും ഇനി ലക്ഷ്മിയെ കാണരുതെന്ന് ആഗ്രഹിച്ചവളാ ഞാൻ. എന്നിട്ട് ഇനി എങ്ങനെയാ അങ്ങോട്ടേക്ക് പോകുന്നത്? എന്നാ പിന്നെ ഞങ്ങള് ജയിലിലേക്ക് പൊക്കോളാം മോളെ. അല്ലാതെ ഇപ്പോ എന്ത് ചെയ്യാന്? മോളെ, തൽക്കാലം ഈ കേസ് ഒതുക്കി തീർത്തേ പറ്റൂ. നീ പോയി നിന്റെ അമ്മയെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ ഈ കേസ് പിൻവലിക്കും. അമ്മയ്ക്ക് കേസ് കൊടുക്കാനുള്ള ധൈര്യമൊന്നും ഇല്ല അച്ഛാ. അതൊക്കെ അവളും ആ ആനന്ദവും ലേഖയും കൂടി ചെയ്യിച്ചതായിരിക്കും. ആയിരിക്കും മോളെ, അത് ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവരെല്ലാരും കൂടി ഇനി ഞങ്ങളെ ജയിലിനകത്ത് കിടത്തുമെന്ന് പറയാനും പറ്റത്തില്ല. അതൊഴിവാക്കണമെങ്കിൽ ഇനി മോളുടെ അമ്മ വിചാരിക്കണം. മോളെ, മോളൊന്ന് പോ. ആവശ്യം നമ്മുടെയാ. അതുകൊണ്ട് അതൊരു അപമാനമാണെന്ന് കരുതണ്ട. ശരി, ഞാൻ അങ്ങോട്ട് പോവാം. മുത്തശ്ശി അച്ഛനെയും പിടിച്ചോണ്ട് വന്നതൊക്കെ എന്തായാലും അയൽക്കാർ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവരാ എന്നോട് ഈ വിവരമൊക്കെ വിളിച്ച് പറഞ്ഞത്. ആകെ നാണക്കേടായി. എന്നാലും മോളെ അങ്ങോട്ട് പറഞ്ഞു വിടേണ്ടി വന്നല്ലോ എന്റെ പ്രതാപ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും അമ്മേ? എനിക്ക് ജയിലിൽ കിടക്കാൻ വയ്യെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് അമ്മ തന്നെയല്ലേ? അത് പിന്നെ ജയിലിൽ കിടക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കോടാ? അതും ഈ പ്രായത്തില്. നിന്നെ എന്നെയൊക്കെ തലയിലെടുത്ത് വെച്ചോണ്ട് നടന്നതാ മോള്. എന്നിട്ടിപ്പോ എന്റെ
നിന്റെ മുഖത്ത് പോലീസുകാർ തല്ലിയ പാടുണ്ട്. ഇങ്ങനെ നമ്മളെ കണ്ട നമ്മുടെ കൊച്ച് ചങ്കുപൊട്ടി എവിടുന്ന് പോയേ? അതിന്റെ കൂടെയാ മോഹിനി അവളുടെ മോളെ പോയി കാണേണ്ട ഗതികേട് മോൾക്ക് വന്നത്. ഇതിനൊക്കെ നമുക്ക് പ്രതികാരം ചെയ്യാമേ. ഓ, നീ കുറെ പ്രതികാരം ചെയ്യും. നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല. പഴയ പ്രതാപനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാനൊരു സുഖമെങ്കിലും ഉണ്ടായേനെ. ഇപ്പൊ നീയും ആ മേഘനും ഒക്കെ കണക്ക. തല്ലുകൊള്ളാൻ വേണ്ടി രണ്ട് ജന്മങ്ങള്. അങ്ങനെ പറയുന്ന ശരി.